മഴക്കാലത്ത് ആർത്രൈറ്റിസ് പേഷ്യൻസിനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ രൂക്ഷമാകും എന്നുള്ളത് ഒരു മിത്ത് ആണോ അതൊരു സയന്റിഫിക്കലി പ്രൂവൺ ഫാക്റ്റ് ആണോ എന്നുള്ളതാണ് നമ്മൾ ഈ സീരീസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ജോയിനിങ് വിത്ത് us here, Dr. Vishad Vishwanath, clinical immunologist and rheumatologist. So let's get started. ഈ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സന്ധിവാതം എന്താണെന്നും അതൊരു സിംഗിൾ ഡിസീസ് ആണോ ഓർ അതൊരു ഗ്രൂപ്പ് ഓഫ് കണ്ടീഷൻസ് ആണോ എന്നുള്ളതൊന്ന് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ജോയിൻസിന് വരുന്ന നീർക്കെട്ടിനെയാണ് ആർത്രൈറ്റിസ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ജോയിൻസ് മാത്രമല്ല, ജോയിൻസ് അഥവാ സന്ധികൾ അത് മാത്രമല്ല, ജോയിൻസിന് ചുറ്റും നമുക്ക് ജോയിൻസിന് ബലം കൊടുക്കുന്ന ലിഗമെൻറ്റ്സ് ഉണ്ട്, ഈ മസിലുകൾ എല്ലുമായിട്ട് ചേരുന്ന ടെൻഡൻസ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഈ ജോയിൻറ്റ് കോംപ്ലക്സ് ഉണ്ടാകുന്നത്. ഈ ജോയിൻസിനും അതിന് ചുറ്റുമുള്ള ഈ ജോയിൻറ്റ് കോംപ്ലക്സിനും വരുന്ന അസുഖങ്ങളെ നമ്മൾ പൊതുവായിട്ട് നമ്മൾ ആർത്രൈറ്റിസ് എന്ന് പറയും. അപ്പോൾ ഇത് പ്രധാനമായിട്ടും നമുക്ക് രണ്ട് ടൈപ്പ് ആർത്രൈറ്റിസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശരീരത്തിനെതിരെ തിരിഞ്ഞു വരുന്ന ഒരവസ്ഥയാണ്, അത് നമ്മൾ ഓട്ടോഇമ്യൂൺ ഡിസീസസ് എന്ന് പറയും. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ രോഗപ്രതിരോധ ശേഷി. അപ്പോൾ രോഗപ്രതിരോധ ശരീരത്തിനെതിരെ തിരിയുന്നു. ഇത് സന്ധികൾ ഉൾപ്പെടെ മറ്റ് കോശങ്ങൾക്കെതിരെ തിരിയുന്ന അവസ്ഥയാണ് ഓട്ടോഇമ്യൂൺ സന്ധിവാത രോഗങ്ങൾ എന്ന് പറയുന്നത്. ഇക്കൂട്ടത്തിൽ പെടുന്നതാണ് നമ്മുടെ SLE, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ആങ്കിലോസിങ് സ്പോണ്ടിലൈറ്റിസ്, സൊറിയാസിസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സൊറിയാറ്റിക് ആർത്രൈറ്റിസ്, ഗൗട്ട്. ഇതൊക്കെ ഒരു ഓട്ടോഇമ്യൂൺ അസുഖങ്ങളാണ്. രണ്ടാമതായിട്ട് വരുന്ന സന്ധികളുടെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളാണ് തേയ്മാനം എന്ന് നമ്മൾ വളരെ കോമൺ ആയിട്ട് പറയുന്ന ഡീജനറേറ്റീവ് ജോയിൻറ്റ് ഡിസീസസ് എന്ന് പറയാം. ബേസിക്കലി നമ്മുടെ സന്ധികളുടെ അമിതമായ ഉപയോഗം അല്ലെങ്കിൽ ശരീരത്തിന് യോജിക്കാത്ത രീതിയിലുള്ള ഉപയോഗം, പിന്നെ കാലപ്പഴക്കം, ഇങ്ങനെയൊക്കെ വരുമ്പോൾ സന്ധികളിൽ വരുന്ന തേയ്മാനമാണ് നമ്മൾ ഡീജനറേറ്റീവ് ജോയിൻറ്റ് ഡിസീസസ്. ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖനായ അസുഖം എന്ന് പറഞ്ഞാൽ ഓസ്റ്റിയോആർത്രൈറ്റിസ്, മുട്ടുകളിൽ വരുന്ന തേയ്മാനം. ഏറ്റവും കോമൺ അത് തന്നെയായിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കോമൺ ഡീജനറേറ്റീവ് ജോയിൻറ്റ് ഡിസീസ് അത് തന്നെയായിരിക്കണം. പിന്നെ ടെന്നീസ് എൽബോ, സെർവിക്കൽ സ്പോണ്ടിലോസിസ്, കഴുത്തിന് വരുന്ന വേദന. ടെന്നീസ് എൽബോ എന്ന് പറഞ്ഞാൽ കൈമുട്ടുകൾക്ക് വരുന്ന വേദന. റൊട്ടേറ്റർ കഫ് ടെൻഡനൈറ്റിസ്, ഷോൾഡറിന് വരുന്ന പ്രത്യേകിച്ച് സ്പോർട്സ് ഇഞ്ചുറി ആയിട്ടൊക്കെ വരുന്ന അസുഖമാണ് റൊട്ടേറ്റർ കഫ് ടെൻഡനൈറ്റിസ്. കാർപ്പൽ ടൺ സിൻഡ്രോം, കൈകളിലെ ഞരമ്പ് ഞെരുങ്ങിയിട്ട് വരുന്ന അസുഖം. ഇതൊക്കെ നമുക്ക് തേയ്മാനമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സന്ധിവാത രോഗങ്ങളാണ്. ഇത് ജനറ്റിക് ഒരു റീസൺ ആവാമോ ഈ ആർത്രൈറ്റിസിന്? ആൻഡ് ഇത് എല്ലാ ഏജ് കാറ്റഗറിയിലുള്ളവർക്കും വരാമോ അതോ സീനിയർ സിറ്റിസൺസിലാണോ കുറേ കൂടി കോമൺ ആയിട്ട് കാണുന്നത്? ഒരു പൊതുവേ നമ്മൾ വിചാരിക്കുന്ന ആർത്രൈറ്റിസ് പറഞ്ഞാൽ മുതിർന്നവർക്കും പ്രായമായവർക്കും ഒരു പരിധി വരെ അത് ശരിയാണ്. നമ്മളിപ്പം ഡീജനറേറ്റീവ് ജോയിൻറ്റ് ഡിസീസ് അഥവാ തേയ്മാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നാച്ചുറലി തേയ്മാനം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വരുന്നൊരു വെയർ ആൻഡ് ടയറാണ്. ഏജ് കൂടുമ്പോഴത്തേക്കും തേയ്മാനം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് കൂടുതലും എൽഡർലി പോപ്പുലേഷനാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു മാറിയ ജീവിത സാഹചര്യം, മരണം കൂടുതൽ, സെഡൻറ്ററി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല്, ഭക്ഷണത്തിലുള്ള കൊഴുപ്പിൻ്റെ അളവിൻ്റെ കൂടുതൽ, പിന്നെ ചിലരുടെ എക്സസീവ് ആയിട്ടുള്ള സ്പോർട്സ് ആക്ടിവിറ്റി, ഇതൊക്കെ കൊണ്ട് ഈവൻ ചെറുപ്പക്കാരിൽ പോലും തേയ്മാനം ഇപ്പം വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. രണ്ടാമത് പറഞ്ഞ വിഭാഗം, അതായത് നമ്മുടെ ഓട്ടോഇമ്യൂൺ സന്ധിവാത രോഗങ്ങൾ. ഇത് ഏത് പ്രായക്കാർ വേണമെങ്കിലും എഫക്റ്റ് ചെയ്യും. പ്രത്യേകിച്ചും സർപ്രൈസിംഗ്ലി ഇത് ചെറിയ പ്രായക്കാരാണ് കൂടുതലായിട്ട് എഫക്റ്റ്, എസ്പെഷ്യലി ഒരു 15 to 30-40 ഇയേഴ്സുള്ള പ്രത്യേകിച്ച് സ്ത്രീകളെയാണ് ഈ ഓട്ടോഇമ്യൂൺ സന്ധിവാത രോഗങ്ങൾ കൂടുതലായിട്ട് ബാധിക്കുന്നത്. അത് ഈ വിമന് എന്തുകൊണ്ടാണ് കൂടുതൽ എന്നുള്ളതിന് എന്തെങ്കിലും ഒരു സന്ധിവാത രോഗങ്ങൾ വിമനിൽ സ്ത്രീകൾ കൂടുതലായിട്ട് വരുന്നതിന് പ്രധാനമായിട്ടും രണ്ട് ഘടകങ്ങളാണ് പറയുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോർമോൺ, അതായത് ജനറ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. സ്ത്രീകളിൽ XX എന്ന് പറഞ്ഞ 2 ക്രോമസോംസ് ആണ്, പുരുഷന്മാരുടെ XY. അപ്പോൾ സ്ത്രീകളുടെ അഡീഷണൽ ഡോസ് ഓഫ് X ക്രോമസോം ഉണ്ട്. അപ്പം നമ്മുടെ ഈ രോഗപ്രതിരോധ ശേഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള പല ജീൻസും ഈ X ക്രോമസോമിലാണ് ലോഡറായിട്ടുള്ളത്. അപ്പം നാച്ചുറലി ഒരു അഡീഷണൽ ഡോസ് ഓഫ് X ക്രോമസോം സ്ത്രീകളിലുള്ളപ്പം ഈ രോഗപ്രതിരോധ ശേഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള ജീൻസിൻ്റെ എക്സ്പ്രഷൻ കുറച്ചുകൂടെ കൂടുതൽ സ്ത്രീകളിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഒരു കാരണം. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോർമോണിലായിരുന്ന ഫാക്ടേഴ്സാണ്. ഈസ്ട്രൈൻ ഹോർമോൺ സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണുന്ന ഒരു ഹോർമോണാണ്. ഈസ്ട്രൈൻ വളരെ ക്ലാസിക്കലായിട്ട് നമ്മുടെ ഓട്ടോഇമ്യൂൺ സിസ്റ്റത്തിനെ ട്രിഗർ ചെയ്യുന്ന ഒരു ഹോർമോണാണ്. ഈ ഓട്ടോഇമ്യൂണിറ്റിയുടെ കാതലായിട്ട് വരുന്ന ബി-സെൽ എന്ന് പറഞ്ഞ കോശങ്ങളുണ്ട്. ഒരു വെളുത്ത WBCസിൻ്റെ ഒരു സബ് ടൈപ്പാണ് ബി-സെൽ. അപ്പോൾ ഈസ്ട്രൈൻ ഈ ബി-സെൽസിനെ ട്രിഗർ ചെയ്ത് അതിൻ്റെ അനാവശ്യമായ ആക്ടിവേഷൻ ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഹോർമോൺ കൂടിയാണ്. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് പ്രധാനമായിട്ടും സ്ത്രീകളിൽ കൂടുതലായിട്ട് ഓട്ടോഇമ്യൂൺ ഡിസീസ് വരുന്നതിനുള്ള കാരണങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ ഡോക്ടർ, ഈ ആർത്രൈറ്റിസ് നമ്മൾ എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്? അതിന് പെർട്ടിക്കുലറായിട്ട് എന്തെങ്കിലും ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്? ഇപ്പോൾ ഈ RA ഫാക്ടർ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, സോ അത് ആണോ അതോ? ഏതാണ്ട് ഒരു 90-100 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർത്രൈറ്റിസ് ഉണ്ട്. ഇൻഫാക്ട് അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഓരോ ആർത്രൈറ്റിസിനും അതിൻ്റേതായ സ്വഭാവമുണ്ട്.
അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ആർത്തൈറ്റിസ് ഡയഗ്നോസ് ചെയ്യാനായിട്ട് നമ്മൾ സഹായിക്കുന്ന ആർത്തൈറ്റിസിൻ്റെ രോഗി പറയുന്ന ലക്ഷണങ്ങൾ, ആ ലക്ഷണങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് ടെസ്റ്റുകൾ ചെയ്ത് കയറി പോകാം. അങ്ങനെയാണ് നമ്മൾ ആർത്തൈറ്റിസിൻ്റെ ഡയഗ്നോസിലേക്ക് വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ആമോദ റൊമറ്റോയ്ഡ് ആർത്തൈറ്റിസ് എന്ന് പറയുന്നത്, ഇപ്പോൾ രോഗികൾ പറയുന്ന വേദന, ആ വേദനയുടെ രീതിയൊക്കെ കാണുമ്പോൾ റൊമറ്റോയ്ഡ് ആർത്തൈറ്റിസിൻ്റെ ഒരു സംശയം തോന്നുമ്പോൾ നമുക്ക് അതിന് അപ്രോപ്രിയേറ്റ് ടെസ്റ്റ്, അതായത് ഇപ്പോൾ നമ്മൾ ESR CRP എന്നൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്, റൊമറ്റോയ്ഡ് ഫാക്ടർ, CCP. ചില സാഹചര്യങ്ങളിൽ നമുക്ക് അൾട്രാസൗണ്ട്, MRI പോലുള്ള ഇമേജിംഗ് ഒക്കെ ആവശ്യം വന്നേക്കാം. പക്ഷേ ബേസിക്കലി ആ രോഗിയുടെ ലക്ഷണങ്ങൾ തന്നെയാണ് അതിൻ്റെ ഏറ്റവും സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡോക്ടർ, എല്ലാ ജോയിൻറ്റ് പെയിൻസും ആർത്രൈറ്റിസ് ആവണം എന്നില്ല. സോ അത് നമുക്ക് തനിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുമോ, അതോ ഒരു ക്ലിനിക്കൽ സപ്പോർട്ട് അതിന്? തീർച്ചയായിട്ടും ഒരു ക്ലിനിക്കൽ സപ്പോർട്ട് വേണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർത്തൈറ്റിസിൻ്റെ നമ്മൾ കൊളോക്കിയലായിട്ട് പറയുന്ന ആർത്തൈറ്റിസ് എന്ന് പറയുന്ന സിംറ്റം പലപ്പോഴും ആർത്തൈറ്റിസ് ആവാറില്ല. ഞങ്ങൾ അതിനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യും. ഞങ്ങൾ മെഡിക്കൽ ക്യാമ്പുകൾ നടത്താറുണ്ട്. അപ്പോൾ മെഡിക്കൽ ക്യാമ്പ് നടത്തുമ്പോൾ നമ്മൾ സന്ധിവാത രോഗികൾക്ക് വേണ്ടിയിട്ടാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത്. പക്ഷെ അങ്ങനെ മെഡിക്കൽ ക്യാമ്പ് നടത്തുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ വാസ്റ്റ് മെജോറിറ്റി ആൾക്കാരും സന്ധിവാത രോഗികളെന്ന് വിശ്വസിച്ച് വരുന്ന ആൾക്കാരിൽ ഒരു 95% ആൾക്കാരും നമ്മൾ ഗഹനമായി നോക്കുമ്പോൾ വാദം ഇല്ല എന്നുള്ള കൺക്ലൂഷനിലേക്ക് എത്തും. അവരുടെ വേദന മറ്റു പല കാരണങ്ങളായിരിക്കും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു എക്സ്പീരിയൻസ്, ഒരു ക്ലിനിക്കൽ ജഡ്ജ്മെൻ്റ് ബേസിസ് തന്നെയാണ് ഡിഫറൻസിയേഷൻ വരുത്തേണ്ടത്. ഈ ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള റുമറ്റോയ്ഡ് ആർത്തറൈറ്റിസും ആൻഡ് ഡീജനറേറ്റീവ് ആയിട്ടുള്ള ഓസ്റ്റിയോ ആർത്തറൈറ്റിസും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താണ് ഡോക്ടർ? ഓട്ടോഇമ്യൂൺ ആർത്തൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റുമറ്റോയ്ഡ് ആർത്തൈറ്റിസ് ആണ് കോമണസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പം ആക്ച്വലി ഈ രണ്ട് ആർത്തൈറ്റിസിന് കോമൺ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പെയിൻ തന്നെയാണ്. പക്ഷേ ഈ പെയിൻ്റെ രീതി, അത് എഫക്റ്റ് ചെയ്യുന്ന ജോയിൻറ്റ്സ്, അതൊക്കെ വ്യത്യാസമാണ്. ഇപ്പോൾ റുമറ്റോയ്ഡ് ആർത്തൈറ്റിസ് ടിപ്പിക്കലി എന്ന് പറഞ്ഞാൽ നമ്മൾ പല ജോയിൻറ്റ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ആർത്തൈറ്റിസ് ആണ്. ചെറുതും വലുതുമായ സന്ധികളെ നമ്മൾ സിമെട്രിക്കൽ എന്ന് പറയും, രണ്ട് കൈയിലും ഒരേപോലെ വരുന്ന അസുഖം. ഒരു ചെറുതും വലുതായ സന്ധികൾ, വേദന, നീർക്കെട്ടൊക്കെ ആയിട്ട് വരുന്ന അസുഖമാണ് റുമറ്റോയ്ഡ് ആർത്തൈറ്റിസ്. ഒന്ന് പല സന്ധികളിൽ വരും. രണ്ടാമതൊരു മെയിനായിട്ടൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറയും. അതായത് അതിരാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ജോയിൻറ്റ്സിന് വരുന്ന പിടുത്തം, ജോയിൻറ്റ്സ് മടങ്ങി കിട്ടാൻ 1/2 മണിക്കൂർ 1 മണിക്കൂറോളം എടുക്കും. നല്ല റുമറ്റോയ്ഡ് ആർത്തൈറ്റിസ് തീവ്രമായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ രോഗിക്ക് ജോയിൻ്റൊക്കെ ഒന്ന് മടങ്ങി കാര്യങ്ങളിലേക്ക് കടക്കാനായിട്ട്. തേയ്മാനത്തിൻ്റെ കാതലായ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻറ്റ് യൂസ് ചെയ്യുന്നതിനനുസരിച്ചുള്ള വേദന, അതായത് കൂടുതൽ ജോയിൻറ്റ് യൂസ് ചെയ്യുമ്പോൾ വേദന കൂടുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് ഈ തേയ്മാനമുള്ള രോഗികളും കുറച്ചൊരു സ്റ്റിഫ്നെസ്, ഒരു മോർണിംഗ് സ്റ്റിഫ്നെസ് പറയാം, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ്. ഈ ഒരു സ്റ്റിഫ്നെസ് നമ്മൾ ജെൽ ഫിനോമിൻ എന്ന് പറയും. ബേസിക്കലി നമ്മുടെ ജോയിൻ്റ് ഒന്ന് മൂവ് ചെയ്ത് കിട്ടാനുള്ള ഒരു എണ്ണയിട്ട് കിട്ടാനുള്ള ഒരു ഡിലേ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ റുമറ്റോയ്ഡ് പോലെ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ നിൽക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റിഫ്നെസ്. പിന്നെ സാധാരണഗതിയിൽ തേയ്മാനം വളരെ പരിമിതമായ സന്ധികളെ എഫക്റ്റ് ചെയ്യുള്ളൂ. പല ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ 2-3 സന്ധികൾക്കുള്ളിലൊക്കെ എഫക്റ്റ് ചെയ്യുന്നത് വളരെ അൺകോമൺ ആണ്. യൂഷ്വലി ആളുകൾക്കൊരു ബിലീഫ് ഉണ്ട് ഈ മോൺസൂൺ ആകുമ്പോൾ ഈ ആർത്തറൈറ്റിസ് കൂടും എന്നുള്ളത്. അപ്പോൾ അത് ബേസിക്കലി ഒരു മിത്താണോ, അതോ അതിനൊരു സയൻറ്റിഫിക് ബേസ് ഉണ്ടോ? ഈ ഒരു വളരെ കോമൺ ആയിട്ടുള്ളൊരു ചോദ്യമാണ് ഈ ആർത്തൈറ്റിസും മൺസൂൺ സീസണുമായിട്ടുള്ള ബന്ധമെന്നാണ്. നമ്മൾ പഴമക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പാകുമ്പോൾ ജോയിൻറ്റ് പെയിൻസ് കൂടും, വാദം കൂടും എന്ന് നമ്മൾ വളരെ പഴയകാലം മുതലേ പറഞ്ഞു വരുന്ന ഒരു സേയിങ് ആണ്. നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസ് നമുക്ക് പലപ്പോഴും ഇങ്ങനെ രോഗികളൊന്ന് പറയാറുണ്ട്, ഡോക്ടർ എനിക്ക് തണുപ്പായി, അസുഖത്തിൻ്റെ തോത് കൂടുന്നു. നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് തണുത്ത കാലാവസ്ഥ, മൺസൂൺ അല്ലെങ്കിൽ ഗ്രീഷ്മകാലത്ത് കൂടുതലായിട്ട് രോഗികൾ സിംറ്റംസ് കൂടുതലായിട്ട് വരുന്നതായിട്ട് നമ്മളും ശ്രദ്ധിക്കാറുണ്ട്. ഇൻഫാക്ട് ചില രോഗികൾ നമ്മൾ പറയുന്നത് പറഞ്ഞാൽ ഡോക്ടറെ ഞങ്ങൾക്ക് മഴ വരുന്ന അറിയാം, ഞങ്ങളുടെ ജോയിൻ്റ് എപ്പോഴത്തേക്കും നീര് വന്ന് തുടങ്ങും. അത്രയും വളരെ ക്ലിയർ കട്ടായിട്ട് അവർ നമ്മൾ എത്ര പറഞ്ഞാലും അതിന് മാറ്റി പിടിക്കാത്ത തന്നെ വാശിയോടുകൂടി അങ്ങനെ പറയുന്ന രോഗികൾ നമുക്കുണ്ട്. അപ്പോൾ ഇത് ഒട്ടേറെ സയൻറ്റിഫിക് ആയിട്ടുള്ള പഠനങ്ങളും ഈ ഫീൽഡിൽ നടന്നിട്ടുണ്ട്. അതിന് കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് അതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുണ്ട്. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ചില പ്രത്യേക മാസങ്ങളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ആമവാദം പോലുള്ള വാദങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ബേസിക്കലി ക്ലൈമറ്റ് അസോസിയേഷനാണ് അത് സൂചിപ്പിക്കുന്നത്. ചൈനയിൽ നിന്നൊക്കെ കുറച്ച് പഠനങ്ങളുണ്ട്. അതിൽ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ തണുത്ത കാലാവസ്ഥയിൽ കൂടുതലായിട്ട് സന്ധികൾക്ക് വേദന വരാനുള്ള സാധ്യത കൂടുതലാണ്. സന്ധികളുടെ വേദനയുടെ തീവ്രത കൂടുതലായിരിക്കും. മാത്രമല്ല റുമറ്റോയ്ഡ് ആർത്തൈറ്റിസ് ഉള്ള രോഗികൾക്ക് കൂടുതലായിട്ട് ആശുപത്രിയിൽ അസുഖത്തിൻ്റെ തീവ്രത കൂടി ആശുപത്രിയിൽ കിടക്കേണ്ട അവസ്ഥയും തണുത്ത കാലാവസ്ഥയിൽ കൂടുതലായിട്ട് വരുന്നെന്ന് കാണിക്കുന്നുണ്ട്. സ്വീഡനിൽ നിന്നൊക്കെ ഒരു രസകരമായൊരു പഠനമുണ്ട്, ഫാക്ടറി വർക്കേഴ്സിനിടയിൽ നടത്തിയൊരു പഠനമാണ്. അതിനകത്ത് തണുത്ത അന്തരീക്ഷത്തിൽ ജോലി ചെയ്യുന്ന ഫാക്ടറി തൊഴിലാളികൾക്ക്
അവരിൽ തണുത്ത അന്തരീക്ഷത്തിൻ്റെ എക്സ്പോഷർ കൂടുന്നതനുസരിച്ച് സന്ധിവേദന കൂടുന്നതായിട്ടും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ അഫക്റ്റ് ചെയ്യുന്ന ജോയിൻസിൻ്റെ എണ്ണം കൂടുന്നതായിട്ടും വളരെ വ്യക്തമായിട്ടുള്ള സ്റ്റഡീസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ മൺസൂൺ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ഫാക്ടേഴ്സ് അതിനകത്തുണ്ട്. ഒന്ന് തണുപ്പ് കൂടുന്ന കാലാവസ്ഥയാണ്. ഇൻഫാക്ട് വിൻ്ററിൻ്റെ അത്രയും തന്നെ പലപ്പോഴും മൺസൂണിന് തണുപ്പ് വരാറുണ്ട്. രണ്ടാമതായിട്ട് നമ്മുടെ ഈർപ്പം കൂടുന്ന അവസ്ഥയാണ്. മൂന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷ മർദ്ദത്തിൽ വ്യതിയാനങ്ങൾ വരുന്ന ഒരു സീസണും കൂടെയാണ്. അപ്പോൾ ഇതെല്ലാം സന്ധികളുടെ വേദനയെ അല്ലെങ്കിൽ ആർത്രൈറ്റിസിൻ്റെ തീവ്രതയെ എഫക്റ്റ് ചെയ്യുന്നതായിട്ട് പഠനങ്ങളുണ്ട്. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സ് ആക്ച്വലി ജോയിൻറ്റ് പെയിനെ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്? നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ പറ്റുന്ന പ്രോബ്ലം നമ്മുടെ തണുത്ത അന്തരീക്ഷമായിരിക്കും. ഇപ്പം നമുക്കറിയാം, നമ്മളിപ്പം തണുത്ത അന്തരീക്ഷത്തിൽ പോകുമ്പം ഒരു നല്ല തണുപ്പത്ത് പോകുമ്പോൾ നമ്മുടെ ശരീരം പലപ്പോഴും വിറയ്ക്കും. അപ്പോൾ ഈ വിറയ്ക്കുന്ന പ്രോസസ്സ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ചൂട് ഉണ്ടാക്കാനാണ്. അതായത് വിറയ്ക്കുന്ന പ്രോസസ്സ് നമ്മുടെ മസിലുകൾ കൺട്രാക്ട് ചെയ്ത് റിലാക്സ് ചെയ്യും. ആ ചൂട് അങ്ങനെ ഉണ്ടാകുന്ന ചൂട് ശരീരത്തിൻ്റെ ആ തണുപ്പിൽ നിന്ന് ഒരു പരിധി വരെ രക്ഷിച്ചു. അപ്പം നമുക്ക് ആലോചിക്കും, ഒരു ആർത്രൈറ്റിസ് ഉള്ള ഒരു രോഗി, അതായത് നീർക്കെട്ട് വന്ന് വേദനയോടുള്ള ജോയിൻ്റുള്ള ഒരു രോഗി തണുത്ത കാലാവസ്ഥയിലേക്ക് പോകും. ഒബ്വിയസ്ലി ഈ ഒരു മസിൽ സ്പാസം എന്ന് പറയുന്ന ഒരു സംഭവം, വിറയ്ക്കുന്ന ഒരു സംഭവം, മസിൽ കൺട്രാക്ഷൻ വരുന്ന ഒരു സംഭവം അവിടെ നടക്കും. വേദനയുള്ളൊരു ജോയിൻറ്റിന് മേലുള്ള മസിൽ കൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ജോയിൻറ്റിനകത്തുള്ള വേദന നാച്ചുറലി കൂടും. അതാണ് ഒരു ഫാക്ടർ. രണ്ടാമതായിട്ട് ഈ നമുക്ക് ഈ ആർത്രൈറ്റിസിനൊക്കെ എക്സ്പെരിമെൻ്റൽ മോഡൽസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എലികൾ അതേപോലുള്ള മൃഗങ്ങളിൽ ആർത്രൈറ്റിസ് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി അത് മനുഷ്യരുടെ അസുഖമായിട്ടുള്ള സാമ്യം പഠിക്കുന്ന മോഡൽസിനെയാണ് നമ്മൾ അനിമൽ മോഡൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ വളരെ കാര്യമായ ചില പഠനങ്ങളിൽ സൂചിപ്പിക്കുന്ന തണുത്ത എൻവയോൺമെൻറ്റിൽ പോകുമ്പോഴത്തേക്കും അതിൻ്റെ റീസൺ സ്പെസിഫിക് ആയിട്ട് അറിയില്ല, പക്ഷേ രോഗപ്രതിരോധ ശരീരത്തിനെതിരെ തിരിയുന്ന ടെൻഡൻസി കൂടുന്നതായിട്ടും പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ മറ്റ് 2 ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, ഹ്യൂമിഡിറ്റി അതായത് ഈർപ്പവും പ്രഷറും. അപ്പോൾ അതും ജോയിൻറ്റ് പെയിനും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? ഈ മൺസൂൺ സീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷർ കുറച്ച് കുറയുന്നൊരു, നമ്മൾ ന്യൂനമർദ്ദങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സീസൺ എന്ന് പറയുന്നത് ലോ പ്രഷർ ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റാണ്. അപ്പോൾ ഈ ലോ പ്രഷർ ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിൽ നമ്മൾ എക്സ്പോസ്ഡ് ആകുമ്പോൾ, പക്ഷെ നമ്മുടെ ശരീരത്തിന് സന്ധികൾക്കുള്ള ആ പ്രഷർ മെയിൻറ്റെയിൻഡ് ആണ്. സൈനോവത്തിനുള്ള പ്രഷർ, സന്ധികൾക്ക് ചുറ്റുമുള്ള കോട്ടിങ്ങിനെയാണ് നമ്മൾ സൈനോവ്യം എന്ന് പറയുന്നത്. ഇതിലേക്കൊക്കെ പോകുന്ന ആ ബാരോമെട്രിക് പ്രഷർ, ആ ഒരു പ്രഷർ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ലെവലിൽ കാണും. പക്ഷേ ചുറ്റുമുള്ള ഒരു പ്രഷർ കുറയുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പം നമുക്ക് അകത്തും പുറത്തും നമ്മളെ പ്രഷർ തമ്മിൽ ഒരു മർദ്ദ വ്യത്യാസം വരും. ഇത് സോർട്ട് ഓഫ് ഒരു ബലൂണിങ് എഫക്റ്റ് പോലെ സന്ധികൾ കുറച്ചുകൂടെ ഒരു വീക്കം വരാനുള്ള ഒരു ടെൻഡൻസി സ്വല്പം ഒന്ന് കൂട്ടാം. അപ്പം വീക്കം വരുമ്പോൾ അതിനോടൊപ്പം തന്നെ വേദന, കാര്യം അതിനകത്ത് ഈ സൈനോവത്തിൽ വരുന്ന ഞരമ്പുകൾക്ക് ഉത്തേജിപ്പിക്കാനുള്ള, വീക്കം വരുമ്പോൾ അത് ഉത്തേജിക്കുകയും അങ്ങനെ വേദന കൂടാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. രണ്ടാമതായിട്ട് ഈർപ്പമായിട്ടുള്ള അസോസിയേഷൻ പ്രധാനമായിട്ടും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈർപ്പം വരുമ്പോൾ നമ്മുടെ സ്വെറ്റ് ഗ്ലാൻസ്, അതായത് വിയർപ്പ് ഗ്രന്ഥികൾക്കും ത്വക്കിലേക്ക് വരുന്ന രക്തക്കൊള്ളുകൾക്കും ചുറ്റുമുള്ള വാട്ടർ വേപ്പർ പ്രഷർ, കാര്യം ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ വാട്ടർ വേപ്പറാണല്ലോ, അതിൻ്റെ പ്രഷർ കൂടും. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിലെ നോസിസെപ്റ്റ്, അതായത് പെയിൻ ഫൈബേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് പെയിൻ വരുന്നതാകാം എന്നുള്ള ചില പ്രൊപ്പോസൽസ് ഈ ഈർപ്പവും സന്ധിവേദന കൂടുന്നതിന് കാരണമായിട്ട് പറയുന്നു. മൺസൂൺ അല്ലെങ്കിൽ തണുപ്പ് സമയത്ത് ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ളവർക്കും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ളവർക്കും ഒരേപോലത്തെ ഇമ്പാക്റ്റ് ആണോ, അതോ ഡിഫറെൻറ്റ് സിംറ്റംസ് ആണോ? തണുപ്പ് കാലത്ത് വരുമ്പോൾ മസിൽ സ്പാസം കൂടും. മസിൽ സ്പാസം കൂടുമ്പോൾ പെയിൻഫുൾ ആയിട്ടുള്ള ജോയിൻസിൻ്റെ മേലുള്ള മസിൽസ് സ്പാസം വരുമ്പോൾ ജോയിൻറ്റ് പെയിൻ കൂടും. രണ്ടിലും മസിൽ സ്പാസം വരാം. രണ്ടാമത് ഈർപ്പവും മറ്റേ സൈനോവൽ പ്രഷറും എല്ലാം ഈ ഇതിന് രണ്ടിനും ആപ്ലിക്കബിളാണ്. ഇതിന് പുറമെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വേറൊരു ഫാക്ടറും കൂടെ കൺസിഡർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ജോയിൻസിനകത്തുള്ളൊരു സൈനോവൽ ഫ്ലൂയിഡ് ഉണ്ടല്ലോ, അതിൻ്റെ വിസ്കോസിറ്റി തണുപ്പ് കാലത്ത് കുറച്ചുകൂടെ കൂടുന്നു. അതായത് കുറച്ചുകൂടെ വിസ്കസ് ആവുന്നു, കട്ടിയാവുന്നു എന്നൊരു ഫിനോമിനും കൂടെ നടക്കാം. അപ്പം നാച്ചുറലി ആ ജെൽ ഫിനോമിനം കുറച്ചുകൂടെ കൂടി അതനുസരിച്ചുള്ള പെയിനും കുറച്ചുകൂടെ കൂടാനുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെ നമുക്ക് കരുതാം. യൂഷ്വലി ഡോക്ടർ, ഈ മൺസൂൺ സമയത്ത് ആൾക്കാരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയാറുണ്ട്. സോ അത് ഈ ആർത്രൈറ്റിസ് വേഴ്സൺ ആവാൻ ഒരു റീസൺ ആണോ? തീർച്ചയായിട്ടും അതൊരു റീസൺ ആണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു എണ്ണയിട്ട യന്ത്രം കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുമ്പോൾ അത് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും. അത് നമ്മൾ കുറേ നാൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ എപ്പോഴും പ്രശ്നമാണ്. ഇപ്പോൾ തണുപ്പ് കാലത്ത് നമുക്ക് മൊബിലിറ്റി കുറയുന്ന അവസ്ഥയിൽ നമ്മുടെ മാംസപേശികൾക്ക് ടൈറ്റ്നസ് വരാനും ഈ പെയിൻ കൂടാനുള്ള സാധ്യതയുണ്ട്. ഈ ടൈറ്റ്നസ് വരുമ്പോൾ പെയിൻ കൂടുക മാത്രമല്ല, നമുക്ക് മസിൽസിൻ്റെ കോർഡിനേഷൻ മോശമാവും. അപ്പോൾ ഫോൾസ്, വീഴ്ചകൾ വരാനുള്ള സാധ്യത അതും കൂടുതലാണ്. പിന്നെ തണുപ്പ് കാലത്ത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും തണുപ്പ് കാലം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം മൂടിക്കെട്ടിയൊരു അന്തരീക്ഷമാണ്. ഈ മൂടിക്കെട്ടിയ അന്തരീക്ഷം നമ്മുടെ സൂര്യപ്രകാശത്തിൻ്റെ എക്സ്പോഷർ വളരെ കുറയ്ക്കും.
പ്രത്യേകിച്ചും തണുപ്പായിട്ട് നമ്മൾ ഇൻഡോർസ് സ്പെൻഡ് ചെയ്യും, പുറത്ത് പോകുന്നതിന് കുറവായിരിക്കും. അപ്പോൾ ഈ സൂര്യപ്രകാശം കുറയ്ക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഈ വൈറ്റമിൻ ഡിയുടെ അഭാവം കൂടുതലായിട്ട് വരും. സന്ധിവാത രോഗങ്ങളും മസ്കുലോസ്കെലറ്റൽ ഡിസീസസ് ഇൻ ജനറൽ, അതായത് മാംസപേശികൾക്കും സന്ധികൾക്കും വരുന്ന അസുഖങ്ങൾ പൊതുവെയും പിന്നെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസുള്ള ഓട്ടോമിൻ ഡിസീസുകൾ സ്പെസിഫിക് ആയിട്ടും ഒക്കെ ഈ വൈറ്റമിൻ ഡി കുറവ് മൂലം അധികരിക്കുന്നതായിട്ട് വളരെ വ്യക്തമായിട്ടുള്ള പഠനങ്ങളുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ കുറവ് നാച്ചുറലി അസുഖത്തിൻ്റെ സൺ എക്സ്പോഷർ കുറയുമ്പോൾ വൈറ്റമിൻ ഡിയുടെ കുറവും അസുഖത്തിൻ്റെ തീവ്രതയെ വർദ്ധിപ്പിക്കാനുള്ള ഒരു കാരണമാണ്. ഈ മൺസൂണിൽ വരുന്ന ഇൻഫെക്ഷ്യസ് ഫീവേഴ്സ് ഉണ്ടല്ലോ, അത് ഈ ഓട്ടോ ഇമ്മ്യൂൺ ലൈക്ക് ആർത്രൈറ്റിസ് ആയിട്ടുള്ള റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ലൂപ്പസിൻ്റെ സിംറ്റംസിനെ വേഴ്സൺ ചെയ്യുമോ? വളരെ ഒരു പ്രസക്തമായ ചോദ്യമാണ്. നമ്മുടെ മൺസൂൺ കാലം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും കൊതുകുജന്യമായ രോഗങ്ങളുടെ ഒരു കാലമാണ്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും ചിക്കൻ ഗുനിയ, ഡെങ്കു പോലുള്ള ഇൻഫെക്ഷൻസ് ഇപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സീസണും കൂടെയാണ്. നമ്മൾ ഈ SLE റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്നൊക്കെ പറയുന്ന അസുഖങ്ങൾ ബേസിക്കലി നമുക്ക് ഓട്ടോമിൻ ഡിസീസ് അല്ലേ, രോഗപ്രതിരോധ ശേഷിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങൾ. ഈ വൈറൽ ഇൻഫെക്ഷൻസ് പൊതുവെ രോഗപ്രതിരോധ ശേഷിയെ ട്രിഗർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഈ ഡെങ്കു, ചിക്കൻ ഗുനിയ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ ഇതിനെ പ്രതിരോധിച്ച് പുറത്താക്കാനായിട്ട് നമ്മൾ ശരീരം ശ്രമിക്കില്ല. ഈ രോഗപ്രതിരോധ ശേഷി ട്രിഗേർഡ് ആവും. പക്ഷേ ട്രിഗർ ചെയ്യുന്നതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഓട്ടോ ഇമ്മ്യൂണിറ്റിയും ട്രിഗർ ചെയ്യും, പൊട്ടൻഷ്യലി ട്രിഗർ ചെയ്യും. അങ്ങനെ ഇൻഫെക്ഷൻസ് വരുമ്പോഴത്തേക്ക് അസുഖത്തിൻ്റെ തീവ്രത കൂടുവാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. ഇത് വളരെ വ്യക്തമായ പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ടൊരു വസ്തുതയും കൂടെയാണ്. രണ്ടാമത്തെ ഒരു ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സന്ധിവാത രോഗമുള്ള റുമറ്റോയ്ഡ് SLEക്കുള്ള ആളുകൾ പലരും മെത്തോട്രെക്സേറ്റ് അല്ലെങ്കിൽ അസതൈപ്രിനൊക്കെ പോലുള്ള ഇമ്മ്യൂണോ സപ്രസൻസ്, ഇമ്മ്യൂണിറ്റി മോഡുലേറ്റ് ചെയ്യുന്ന, ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന അസുഖങ്ങൾ, അതാണ് അതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് പലരുടെയും. അപ്പം നമ്മൾ വളരെ നിയന്ത്രിച്ച് ഇമ്മ്യൂണിറ്റി കുറയ്ക്കുമ്പോൾ അത് സേഫായിട്ട് പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഒരു ഇൻഫെക്ഷൻ വരുന്ന സാഹചര്യത്തിനകത്ത് ഇപ്പോൾ മേ ബി നല്ലൊരു ഡെങ്കു ഫീവർ അല്ലെങ്കിൽ ചിക്കൻ ഗുനിയ ഫീവർ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ മരുന്നുകൾ താൽക്കാലികമായിട്ട് ഇങ്ങനെ ഒഴിവാക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരാം. കാര്യം അത് ഒഴിവാക്കിയും ചിലപ്പോൾ ഇൻഫെക്ഷൻസ് കുറച്ചുകൂടെ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യത്തിൽ ചിലപ്പോഴെങ്കിലും അസുഖങ്ങൾ മരുന്നില്ലാതിരിക്കുന്നതുകൊണ്ട് അസുഖം ട്രിഗേർഡ് ആവാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ യൂഷ്വലി ഇൻഫെക്ഷ്യസ് ഫീവർ വരുമ്പോൾ നമുക്കൊരു സെറ്റ് ഓഫ് സിംറ്റംസ് കാണുമല്ലോ. അപ്പോൾ ഓൾറെഡി ഇങ്ങനെ ഒരു ആർത്രൈറ്റിസ് കണ്ടീഷൻ ഉള്ള ഒരാൾക്ക് ആ സിംറ്റംസ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇത് പലപ്പോഴും അത്ര എളുപ്പമല്ല. ഇപ്പം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുതും വലുതും ആയിട്ടുള്ള സന്ധികൾ വരുന്ന ഒരു അസുഖം. ചിക്കൻ ഗുനിയ ആർത്രൈറ്റിസിൻ്റെയും സെയിം ലക്ഷണം തന്നെയാണ്. ചെറുതും വലുതായ സന്ധികൾ വരുന്ന നീർക്കെട്ട് തന്നെയാണ് അസുഖത്തിൻ്റെ ടിപ്പിക്കലായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് ആ ഏരിയയിൽ ഒരു 3-4 പേരെ അഫക്റ്റ് ചെയ്യുന്നവരെ നമ്മൾ ചിലപ്പോഴും ഇത് റുമറ്റോയ്ഡ് ആണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യും. പിന്നെ SLE പോലുള്ള അസുഖങ്ങൾ ജോയിൻറ്റ് പെയിൻസിന് പുറമെ ഫീവർ വരാം, കൗണ്ട് കുറയാം, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയാം. അപ്പോൾ ഡെങ്കു, ചിക്കൻ ഗുനിയയിലൊക്കെ ഇതെല്ലാം സംഭവിക്കാം. ഫീവർ വരാം, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയാം, ജോയിൻറ്റ് പെയിൻ കൂടാം, പനി വരാം, അപ്പം ക്ഷീണം വരാം. ഇതൊക്കെ പലപ്പോഴും അത്ര എളുപ്പമല്ല തിരിച്ചറിയുന്നത്. പക്ഷേ എന്നാലും പ്രത്യേകിച്ചും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കോൺസെൻട്രേറ്റ് ഒന്നിലേറെ കേസുകൾ വരുമ്പോൾ നമ്മൾ കൂടുതലും ഈ വൈറൽ ആർത്രൈറ്റിസിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങും. അപ്പോൾ ഡോക്ടർ, ഈ മൺസൂൺ സമയത്ത് ലൈക്ക് ഈ ആർത്രൈറ്റിസ് പേഷ്യൻസ് അല്ലെങ്കിൽ സന്ധിവാത രോഗികൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ലൈക്ക് അവരുടെ സിംറ്റംസ് മാനേജ് ചെയ്യാനായിട്ട്? മഴക്കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, ഈ മഴക്കാലത്ത് നമ്മൾ പറഞ്ഞില്ല, നമ്മുടെ ജോയിൻറ്റ്സ് കുറച്ചുകൂടെ സ്റ്റിഫ് ആവുക, മൂവ്മെൻറ്റ് കുറവാണ്. പൊതുവെ പ്രത്യേകിച്ചും മുതിർന്ന പ്രായക്കാരിലൊക്കെ മൂവ്മെൻറ്റ് വളരെ കുറവായിരിക്കും. അപ്പം ഈ സമയത്ത് നമ്മുടെ ശരീരം പ്രോപ്പറായിട്ട് ചലനാത്മകമായി നിലനിർത്തുക വളരെ പ്രധാനമാണ്. അപ്പം നടക്കുക, വീട്ടിനുള്ളിൽ നടക്കുക, ജെൻറ്റലായിട്ടുള്ള സ്ട്രെച്ചിങ് എക്സസൈസസ്, യോഗ, ഇതൊക്കെ നമ്മുടെ ജോയിൻറ്റ്സ് കുറച്ചൊന്ന് മൊബിലൈസ് ചെയ്ത് വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. രണ്ടാമതായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എൻവയോൺമെൻറ്റ്, ചുറ്റുപാടുകൾ കുറച്ചൊന്ന് സ്ലൈറ്റ്ലി, അതായത് വെളിയിലുള്ള എൻവയോൺമെൻറ്റുകൾ കുറച്ചുകൂടി ഒരു വാമർ എൻവയോൺമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ വളരെ നല്ലതാണ്. ചൂടുവെള്ളം കുടിക്കുക, ചൂടുവെള്ളത്തിൽ കുളിക്കുക, അതൊക്കെ കുറച്ചുകൂടി ഒരു വാംത്ത് തരുന്ന കാര്യങ്ങളാണ്. പിന്നെ വാംത്ത് നിലനിർത്തുന്ന രീതിയിലുള്ള ഡ്രസ്സ് യൂസ് ചെയ്യുക. സ്പെസിഫിക് ആയിട്ട് എവിടെയെങ്കിലും വേദന ഉണ്ടെങ്കിൽ ഹീറ്റിംഗ് പാഡുകൾ ഉപയോഗിക്കാം. അത് വേദന കുറയ്ക്കാൻ ഒരു പരിധിവരെ സഹായിക്കാറുണ്ട്. ഏറ്റവും കാതലായിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ മഴക്കാലത്തായാലും ഏത് കാലാവസ്ഥയിലായാലും രോഗികൾ കൃത്യമായി മരുന്നെടുക്കണമെന്നാണ്. പലപ്പോഴും സംഭവിക്കുന്നുണ്ട്, നല്ലൊരു മഴക്കാലം ആകുമ്പോൾ നമ്മൾ വീട്ടിൽ പുറത്ത് പോകാൻ മടി കാണിക്കും. ഡോക്ടറെ പോയി കണ്ട് മഴക്കാലത്തായിരിക്കും ഫോളോ അപ്പ് വിസിറ്റ് വരുന്നത്. അത് നേരത്തെ പ്ലാൻ ചെയ്ത് ചിലപ്പോൾ അതിന് മുന്നേയൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മോണിറ്ററിംഗ് ഒക്കെ ചെയ്ത് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്ത് ഡോക്ടറെ കണ്ട് അതിന് മരുന്നുകൾ തുടർന്ന് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. മഴക്കാലമായാലും ഏത് സീസണായാലും വാതത്തിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂയിങ് പ്രോസസ്സാണ്.
പിന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ മഴക്കാലത്ത് നമ്മൾ തെന്നി വീഴാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ വീട്ടിനകത്ത് ഒരു ആർത്തൈറ്റിസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കാൻ സാധിക്കണം. നനവുള്ള തറകൾ ഒഴിവാക്കുക, പിന്നെ തട്ടി വീഴാനുള്ള സാധ്യതയുള്ള വസ്തുക്കൾ നമ്മൾ യൂഷ്വൽ നടക്കുന്ന റൂട്ടിൽ നിന്ന് മാറ്റി വയ്ക്കുക. നല്ല വെട്ടം, റൂമിനകത്തൊക്കെ നല്ല വെട്ടം എൻഷുർ ചെയ്യുക. സൂര്യപ്രകാശം കുറവാണല്ലോ, അപ്പം റൂമിനകത്ത് നല്ല വെട്ടം ഉണ്ടാകും. സോ ദാറ്റ് നമ്മൾ ഈ പോകുന്ന വഴിക്ക് വെട്ടമെല്ലാം ട്രിപ്പ് ചെയ്ത് വീഴുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഇതൊക്കെയാണ് ചില കാര്യങ്ങൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ മൺസൂൺ സമയത്തുണ്ടാകുന്ന ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എങ്ങനെ കോപ്പ് അപ്പ് ചെയ്യാൻ പറ്റും? വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. പിന്നെ മൺസൂൺ ആയാലും നമ്മുടെ ശരീരത്തിൻ്റെ 90% വൈറ്റമിൻ ഡി ഉണ്ടാകുന്നത് സൺലൈറ്റ് എക്സ്പോഷറിലാണ്. അപ്പോൾ ഒരു ലിമിറ്റഡ് സൺലൈറ്റ് എക്സ്പോഷറെങ്കിലും നമുക്ക് ആ പീരീഡിലും എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കണം. സോ ഡോക്ടർ, ഫൈനലി വാട്ട് വുഡ് ബി യുവർ കീ ടേക്ക് ഹോം മെസ്സേജ് ഈ വീഡിയോ കാണുന്നവർക്ക് ആൻഡ് പീപ്പിൾ ഹു ആർ സ്ട്രഗ്ലിംഗ് വിത്ത് ജോയിൻറ്റ് പെയിൻ ദിസ് റെയിനി സീസൺ? മഴക്കാലത്ത് സന്ധിവാത രോഗങ്ങൾ കൂടും എന്ന് പറയുന്നത് ഒരു മിത്തല്ല. അതിനൊരു പ്രോപ്പർ സയൻറ്റിഫിക് ബേസിസ് ഉള്ള ഒരു ഫാക്റ്റാണ്. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി സംസാരിച്ചതുമാണ്. എല്ലാ സന്ധിവാത രോഗികൾക്കും മഴക്കാലത്ത് അസുഖം കൊണ്ടുവന്ന് ഒരു നിർബന്ധവുമില്ല. ചിലർക്കെങ്കിലും ചില സാഹചര്യങ്ങൾ അസുഖം കൂടുന്നതായിട്ട് കാണാറുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഈ സന്ധിവാത രോഗത്തിൻ്റെ തീവ്രത കൂടുന്നതിനെ കുറച്ചുകൂടെ സഹനീയമാക്കാൻ സാധിക്കുന്നത്? ഒന്നാമതായി കൃത്യമായ മരുന്നുകൾ. മഴക്കാലമായാലും ഏത് സീസണായാലും കൃത്യമായ തോതിൽ തന്നെ മരുന്നുകൾ എടുക്കാൻ സാധിക്കണം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോക്ടറെ പ്രോപ്പറായിട്ട് കൺസൾട്ട് ചെയ്ത് വേണ്ട രീതിയിലുള്ള പ്രിക്കോഷൻസ് എടുക്കാൻ സാധിക്കണം. രണ്ടാമതായി നമ്മുടെ ചുറ്റുമുള്ള ഒരു എൻവയോൺമെൻറ്റ്, അന്തരീക്ഷം കുറച്ചുകൂടെ വാമായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിലേക്ക് മാറാനായിട്ട് പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ്. തണുത്ത കാലാവസ്ഥ അസുഖത്തെ കൂട്ടാൻ സാധ്യതയുണ്ട്. രോഗത്തിൻ്റെ തീവ്രതയും രോഗത്തിൻ്റെ വേദനയും കൂട്ടാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ സംസാരിച്ചായിരുന്നു. മൂന്നാമതായി നമ്മുടെ ചുറ്റുപാടുകൾ, വളരെ വൃത്തി ഉള്ള ചുറ്റുപാടുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണം. പ്രത്യേകിച്ചും കൊതുജന്യമായ രോഗങ്ങളിൽ നിന്ന് അകന്നിരിക്കാൻ ഇത് നമ്മളെ സഹായിക്കും. നാലാമതായി നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുകളും കുറച്ചുകൂടെ ആർത്തൈറ്റിസ് ഫ്രണ്ട്ലി ആക്കാനായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കണം. ഈ ചില മാർഗങ്ങൾ വഴി ഒരു പരിധി വരെയെങ്കിലും നമ്മുടെ ഈ സന്ധിവാത രോഗങ്ങളുടെ മഴക്കാലത്തെ തീവ്രതയെ കുറച്ചുകൂടെ നമുക്ക് സഹനീയമാക്കാൻ സാധിക്കും. മഴക്കാലത്ത് ആർത്രൈറ്റിസ് പേഷ്യൻസിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കണ്ടത്. സോ ഡു ഷെയർ ദിസ് വീഡിയോ വിത്ത് പീപ്പിൾ ഹു ആർ സ്ട്രഗ്ലിംഗ് വിത്ത് ജോയിൻറ്റ് പെയിൻ. ലെറ്റ്സ് സ്പ്രെഡ് അവയർനെസ്, നോട്ട് അസംപ്ഷൻസ്.